ഓൺലൈനിൽ കാണുന്ന ഫോട്ടോസും അതുപോലെ റൂമിൻ്റെ അവസ്ഥയും തമ്മിൽ എന്താ പറയുക അന്തരങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും. അതിൽ ഇപ്രാവശ്യം വയനാട് പോയപ്പോൾ സംഭവിച്ച ഒരു സ്റ്റേ ആയിരുന്നു. ഹോട്ടൽ വയനാട് സ്റ്റേ എന്നായിരുന്നു പ്രോപ്പർട്ടിയുടെ പേര്. നമ്മുടെ കൽപ്പറ്റയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ചെക്കിനായിരുന്നു. അപ്പോൾ ഇമീഡിയറ്റ്ലി നമ്മൾ മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. ഒരു 1300 ചില്ലാൻ രൂപയ്ക്കാണ് പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. റോഡിൻ്റെ അവിടെ നിന്ന് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു ചെറിയ സ്പേസിലൊരു 6 വണ്ടികൾക്കും ചെറുത് പാർക്ക് ചെയ്യാം. പിന്നെ വന്നിട്ട് പ്രോപ്പർട്ടി റിസപ്ഷനിസ്റ്റ് ആയാലും അതുപോലെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ ചെന്നപ്പോൾ വളരെ മോശമായിരുന്നു. എനിക്ക് തോന്നുന്നു പീക്ക് ടൈമിലാണ് നമ്മളന്ന് പോയത്, ആ വെക്കേഷൻ കഴിയുന്ന സമയത്ത്. ചിലപ്പോൾ അതിൻ്റെ പോരായ്മകളായിരിക്കാം. റൂം വന്നിട്ട് അപ്പോൾ റെഡിയാക്കിയ പോലെ ഇത്, കാരണം ആ വിരിപ്പ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വിരിച്ച ഒരു രീതിയായിട്ട് തോന്നിയില്ല. അതുപോലെ മെയിനായിട്ട് വന്നിട്ട് നമ്മുടെ റൂമിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വളരെ ശോകമാണ്. എല്ലാ ലൈറ്റ് ഇട്ടാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ടവല്, അതുപോലെ സോപ്പ്, ഷാമ്പു ഇത്തരം സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം വന്നിട്ട് അതിൻ്റെ കനാൽ കോമൺ ആയിരുന്നു തോന്നുന്നു. എല്ലാ റൂമിൻ്റെ അടിയിൽ കൂടി സെയിം കനാലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് കഴിഞ്ഞ് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞ് പോകും യൂറിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കോമൺ പൈപ്പ് ലൈൻ്റെ എന്തോ ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്താണ് സംഭവം എന്നറിയില്ല. ചിലപ്പോൾ അത് റെക്ടിഫൈ ആയിട്ട് അടിപൊളിയാവുമായിരിക്കും ഭാവിയിൽ. അവർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വാർഡ്രോബിൻ്റെ ഒപ്പം നമുക്കൊരു ഇരുമ്പിൻ്റെ വാർഡ്രോബാണ്. അതുപോലെ 2 ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഇതിലും ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ പ്രോപ്പർട്ടീനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മളിനി ഒരുപാട് നെഗറ്റീവ് പറയല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസത്ത് ഉണ്ടായ ഒരു സംഭവമായിരിക്കാം, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.